ഡിസപ്പോയിൻറ്റഡ് ആണ് റിസൾട്ടിൽ. ഇതിൽ തിരിച്ചു വരാമെന്ന് വെച്ചാൽ നമുക്കൊരു 1 വീക്ക് ഉണ്ട്. 1 വീക്ക് പോയിട്ട് ഹാർഡ് വർക്ക് ചെയ്യാം, എന്നിട്ട് പോസിറ്റീവായിട്ടുള്ള റിസൾട്ട് ഉണ്ടാക്കി. ഇനി ഒരുപാട് മത്സരങ്ങളുണ്ടല്ലോ, സാധാരണ ഇതിൽ ഒരുപാട് മത്സരങ്ങളുണ്ട്. കാലിക്കറ്റാണ്, അതുകൊണ്ട് നമ്മൾ ആരാധകരും നിരാശപ്പെടേണ്ടതില്ല. തീർച്ചയായിട്ടും അതിന് ഞാൻ പറഞ്ഞു, ഞങ്ങൾ ഒരു 1 വീക്ക് ഉണ്ട്, പോവാ, ഒരു ദിവസം റെസ്റ്റ് എടുത്തിട്ട് എന്താണോ കളിയിൽ സംഭവിച്ചത് അനലൈസ് ചെയ്യുക. ഞാൻ ഈ കൂടുതൽ ബോൾ പൊസിഷനിലോ അല്ലെങ്കിൽ നല്ല ഗെയിം കാഴ്ചവെക്കുന്നതിന് ഞാൻ ഒരിക്കലും വിശ്വസിക്കുന്നില്ല. ഈവൻ കൊച്ചി അറിയാം, നമ്മളെക്കാളും കൂടുതൽ ബോൾ പൊസിഷൻ അടിയിൽ അവർ ജയിച്ചിട്ടില്ല. അപ്പോൾ എൻഡ് ഓഫ് ദി ഡേ കളി ജയിക്കുക 3 പോയിന്റ് തന്നെയാണ് പേഴ്സണലിയും ടീമിൻ്റെ എല്ലാവരെയും ഇത്. അപ്പോൾ അത് കിട്ടായാലും വിഷമമുണ്ട്, പക്ഷേ സമയം ഞങ്ങൾ ഹാർഡ് വർക്ക് ചെയ്ത് തിരിച്ചു വരും. മറ്റൊരു റെക്കോർഡ് കൂടി തൃശ്ശൂരിനുണ്ട്. ഇതുവരെ കാലിക്കറ്റിന് മുന്നിൽ മുട്ടുമടക്കാത്ത ടീം എന്നുള്ള ഒരു കരുത്തു കൂടിയായിട്ടാണ് അവർ ഇപ്പോഴും കാലിക്കറ്റിൽ നിന്ന് തിരിച്ചു പോകുന്നത്. മൊത്തത്തിൽ എതിരാളികളെ നമ്മൾ ബഹുമാനിക്കണം കളിക്കളത്തിൽ. തൃശ്ശൂരിൻ്റെ പ്രകടനത്തെ കാലിക്കറ്റിൻ്റെ ക്യാപ്റ്റൻ എങ്ങനെ കാണുന്നു? അവർ ഓക്കെ ആയിരുന്നു, ലൈക്ക് കളിച്ചിട്ടുണ്ടായിരുന്നു. അവർ അവേ മാച്ചാണ്, അവർ അത്യാവശ്യം കിട്ടിയ ചാൻസ് അതാണ്. ചാൻസ് അവർ കൺവേർട്ട് ചെയ്തു. അവർക്ക് ആ 2-3 ചാൻസേ കിട്ടിയുള്ളൂ. അതിൽ കോർണർ അവർ കൺവേർട്ട് ചെയ്തു, കുഴപ്പമില്ലാതെ കളിച്ചു. പിന്നെ ഞാനിപ്പോഴാണ് ഈ കളി തുടങ്ങുന്നതിന് മുന്നാണ് ഞാൻ ഇത് അറിയുന്നത് കാലിക്കറ്റ് ഇതുവരെ വരെ ജയിച്ചിട്ടില്ല എന്ന്. പക്ഷേ കുഴപ്പമില്ല, ഞങ്ങൾക്കൊരു അവേ മാച്ച് ഉണ്ട്. അപ്പോൾ ഇതിന് പകരം അവിടെ വീട്ടിൽ പകരം തൃശ്ശൂരിൽ ചോദിക്കും. തീർച്ചയായിട്ടും.